ഇന്നത്തേതൊരു സ്ഥലനാമപരിചയം വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് സജഷനൊക്കെ കുറവായിരിക്കാനാണ് സാധ്യത. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ വീഡിയോ നല്ല റീച്ചിലേക്ക് പോയിക്കോളും. എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ ചുറ്റുപാടുമുള്ള പല സ്ഥലങ്ങളുടെയും പേരുകൾ കേൾക്കുമ്പോൾ ഉള്ളിലൊരു കൗതുകം ഉണ്ടാകാറില്ല. ഈ സ്ഥലത്തിന് ഈ പേര് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇതിൻ്റെ പിന്നിലെ ചരിത്രം എന്താണെന്നൊക്കെ. അതുപോലെ ഉള്ളിലൊരു കൗതുകം ഉണ്ടാക്കുന്ന പേരാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലത്തിനുള്ളത്. ഈ സ്ഥലവും എൻ്റെ ജീവിതവുമായിട്ട് വളരെ അടുത്തൊരു ബന്ധം കൂടിയുണ്ട്, അത് ഞാൻ പിന്നാലെ പറയാം. തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി, മറ്റത്തൂർ എന്നീ 2 പഞ്ചായത്തുകളിലായിട്ടാണ് നൂലുവള്ളി എന്ന ഈ പ്രദേശം ഉള്ളത്. ഈ പേര് നിരന്തരം ഉപയോഗിക്കുന്ന പ്രദേശവാസികൾ ഇതിലെ കൗതുകത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കാൻ ഇടയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുമുണ്ട്. പക്ഷെ ആർക്കും തന്നെ വ്യക്തമായിട്ടൊരു ഉത്തരം തരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ പേര് എങ്ങനെയാണ് ഈ ഒരു പ്രദേശത്തിന് സിദ്ധിച്ചിട്ടുള്ളത്, എൻ്റെ പിന്നിലെ ചരിത്രം എന്താണെന്നൊക്കെ. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ നൂലുവള്ളി എന്നുള്ള പേരിന് പിന്നിലെ ചരിത്രം അറിയുമെങ്കിൽ കമൻറ്റിലൊന്ന് വിശദമായിട്ട് എഴുതിയിടാൻ ശ്രമിക്കണം കേട്ടോ. അത് റിക്വസ്റ്റ് കൂടിയാണ്. നല്ലൊരു ഗ്രാമാന്തരീക്ഷമുള്ള ഒരു സ്ഥലം തന്നെയാണ് നൂലുവള്ളി. നഗരത്തിരക്കുകളിൽ നിന്നും കുറച്ചകന്ന സ്വസ്ഥമായിട്ടുള്ള ഒരു ഇടം. വിഷുപ്പിറ്റെന്നാണ് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കവലയിലൊന്നും ആരും തന്നെ ഇല്ല. അടഞ്ഞു കിടക്കുന്ന കടമുറികളും ഒരു വിഷു ആലസ്യത്തിലാണ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ കാഴ്ചയിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് അറിയാം. നൂലുവള്ളിക്ക് അടുത്ത് ഉള്ളൊരു ടൗൺ എന്ന് പറയുന്നത് മുപ്ലിം ടൗൺ ആണ്. മുപ്ലിം ഹയർ സെക്കൻഡറി സ്കൂളും സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചും ഭേദപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളൊക്കെയുള്ള ഒരു സാമാന്യം നല്ലൊരു ടൗൺ എന്ന് തന്നെയാണ് പറയാം. കാരണം എല്ലാത്തപ്പെട്ട സൗകര്യങ്ങളും അവിടെ ലഭ്യമാണ്. ഇവർക്ക് ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടുത്തുള്ളൊരു ഇടം തന്നെയാണ്. നൂലുവള്ളിയുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ബന്ധമാണ് ഒമിനിയിൽ ചാരി എന്ന് വാചകടിക്കുന്നത്. എൻ്റെ ലൈഫ് പാർട്ണറെ ഞാൻ തേടി കണ്ടെത്തിയത് ഈ നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയപ്പെട്ടൊരു നാട് തന്നെയാണ് നൂലുവള്ളി. ഞാൻ ഈ വീഡിയോ എടുത്തത് അവർ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ, അവർ അറിഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയ ഒരു കാര്യം ഉത്സവാഘോഷങ്ങളിലെ പൊലിമയാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷങ്ങളാണ്. നൂലുവള്ളിയോട് വളരെ അടുത്ത് കിടക്കുന്ന പ്രദേശം തന്നെയാണ് ഈ ചെമ്പൂച്ചിറ എന്ന് പറയുന്നത്. തൃശ്ശൂർ പൂരത്തിലെ വർണ്ണോജ്വലമായിട്ടുള്ള കുടമാറ്റം ഏതൊരു മലയാളിയുടെയും ഹരമല്ലേ. അതുപോലെ തന്നെ ഇരുവശത്തും കൂടി 20ഓളം ഗജവീരന്മാർ അണിനിരന്നുകൊണ്ടുള്ള കുടമാറ്റം ഷഷ്ഠി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ ചെമ്പൂച്ചിറയിൽ നടക്കാറുണ്ട്. ഈ കുടമാറ്റത്തിൽ മാറ്റിവെക്കുന്ന 2 ദേശങ്ങളിൽ ഒന്ന് ചെമ്പൂച്ചിറ ദേശമാണ്, മറ്റേത് നമ്മളിപ്പോൾ പരിചയപ്പെടുത്തിയില്ലേ അത് നൂലുവള്ളി ദേശമാണ്. മറ്റൊന്ന് ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രക്കുളവും പരിസരങ്ങളുമാണ് നമ്മളിപ്പോൾ വിഷ്വലിൽ കാണുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ പാടശേഖരം, വിശാലമായിട്ട് കാണുന്ന പാടശേഖരമില്ലേ, ഷഷ്ഠി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള വെടിക്കെട്ട് അതും ഏറെ പ്രസിദ്ധമാണ്. ആ വെടിക്കെട്ട് നടത്തുന്നത് ഈ പാടശേഖരത്തിലാണ്. വേനലിൽ വരണ്ടു കിടക്കുന്ന പാടശേഖരങ്ങളുടെ കാഴ്ച അത്ര സുഖം തരുന്നൊന്നുമല്ല. പക്ഷെ ഈ പാടത്ത് കൃഷി ഇറക്കുന്ന സമയത്ത് നമ്മളിവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാഴ്ച നമ്മുടെ കണ്ണും മനസ്സും നിറയ്ക്കും എന്നുള്ളതാണ്, സംശയം വേണ്ട. കാരണം ഒന്നുകിൽ നമ്മുടെ നാട്ടിൽ പാടശേഖരങ്ങളൊക്കെ തരിശായി കിടക്കുകയോ അതുമല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാതെ കാട് കയറി കിടക്കുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. കൃഷിയുള്ള പാടശേഖരങ്ങൾ കാണണമെങ്കിൽ ഇപ്പോൾ നൂലുവള്ളി പോലുള്ള പ്രദേശങ്ങളിൽ, സ്ഥലങ്ങളിൽ വരണമെന്നായിട്ടുണ്ട് കാര്യങ്ങൾ. ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് ചെമ്പൂച്ചിറ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്കൂളിൻ്റെ കോമ്പൗണ്ടും തൊട്ടുമുന്നിലുള്ള വിശാലമായിട്ടുള്ള ഗ്രൗണ്ടും നമുക്ക് വിഷ്വലിൽ കാണാം. നൂലുവള്ളിക്ക് അടുത്ത് തന്നെയുള്ള മറ്റൊരു പാടശേഖരത്തിൻ്റെ വിഷ്വലാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആലക്കപ്പാടം എന്നാണ് ഇത് പറയപ്പെടുന്നത്. നെൽകൃഷിയുടെ സീസണിൽ ഈ വഴിക്കുള്ള സഞ്ചാരം നമുക്ക് വളരെയധികം സന്തോഷം തരുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുക. മറ്റൊരു വീഡിയോയിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. സ്ഥലനാമ പരിചയം വീഡിയോകളിൽ ഇനിയും വരാനുണ്ട്, താമസേതനുണ്ടാവും. നൂലുവള്ളിക്ക് ഈ പേര് വന്നു ചേരാനുണ്ടായ ചരിത്രം അറിയുന്നവർ തീർച്ചയായിട്ടും കമൻറ്റിൽ കുറിക്കാൻ മടിക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.